നമസ്കാരം. ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ വഴിത്തിരിവായേക്കാവുന്ന ഒരു സുപ്രധാന നീക്കത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യൻ കമ്പനിയായ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനുമായി യാത്രാവിമാനങ്ങളുടെ നിർമ്മാണത്തിനായി ഒരു ചരിത്രപരമായ കരാർ ഒപ്പുവച്ചു. നിലവിൽ ബോയിങ്ങിൻ്റെയും എയർബസിൻ്റെയും ആധിപത്യമുള്ള സിവിൽ ഏവിയേഷൻ രംഗത്ത് പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഈ കരാർ ഇന്ത്യയെ സഹായിക്കും. യുഎസിൻ്റെയും യൂറോപ്പിൻ്റെയും കനത്ത ഉപരോധങ്ങൾ നേരിടുന്ന കമ്പനിയാണ് UAC. എങ്കിലും ഇന്ത്യയിൽ പ്രാദേശിക പാസഞ്ചർ ജെറ്റുകൾ നിർമ്മിക്കാനായി HAL UACയുമായി കൈകോർത്തിരിക്കുകയാണ്. സുഖോയ് സൂപ്പർ ജെറ്റ് 100 എന്നത് ഏകദേശം 3000 കിലോമീറ്റർ ദൂരപരിധിയുള്ള വിമാനമാണ്. ഇത് ദീർഘദൂര യാത്രകൾക്കുള്ളതല്ല. ഇന്ത്യയിലെ ആഭ്യന്തര യാത്രകൾക്കും സമീപ രാജ്യങ്ങളായ ശ്രീലങ്ക, ബംഗ്ലാദേശ്, മാലിദ്വീപ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രകൾക്കും അനുയോജ്യമാണ്. ഈ വിമാനത്തിന്റെ മുൻ മോഡലുകളിൽ ഏകദേശം 70% വിദേശ ഘടകങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്കയും യൂറോപ്പും റഷ്യയ്ക്ക് ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾക്ക് ശേഷം UAC ഇതിനെ 100% റഷ്യൻ നിർമ്മിത ഘടകങ്ങൾ ഉപയോഗിച്ച് പൂർണ്ണമായും സ്വദേശവൽക്കരിച്ചു. അതിനാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ ഈ വിമാനത്തിന്റെ പ്രവർത്തനത്തെയോ ഇന്ത്യയിലെ ഉൽപ്പാദനത്തെയോ ബാധിക്കില്ല. വിമാന സാമഗ്രികൾക്കായി മറ്റ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ UAC HAL കരാർ ഇന്ത്യക്ക് അവസരം നൽകും. ആഗോള എയർലൈൻസ് വിപണിയുടെ 90% നിലവിൽ ബോയിങ്ങും എയർബസും നിയന്ത്രിക്കുമ്പോൾ പുതിയ റഷ്യൻ വിമാനങ്ങളുടെ രംഗപ്രവേശം ഈ കുത്തകയ്ക്ക് ഒരു വെല്ലുവിളിയായേക്കും. ഇന്ത്യയിൽ വ്യോമയാത്രാ രംഗത്ത് വൻ വളർച്ച പ്രതീക്ഷിക്കുന്ന ഈ സാഹചര്യത്തിൽ റഷ്യ വിപണിയിൽ പ്രവേശിക്കാൻ ശരിയായ സമയമാണ് തിരഞ്ഞെടുത്തത്. ഈ കരാർ റഷ്യൻ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണെങ്കിലും സിവിൽ ഏവിയേഷൻ രംഗത്തെ ഇന്ത്യയുടെ ആത്മനിർഭരത എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഇത്. ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മേഖല പാശ്ചാത്യ കമ്പനികളെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു മേഖലയാണ്. എന്നാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ സഹകരണം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക, സാമ്പത്തിക ഉപരോധങ്ങളുടെ ആശങ്കയില്ലാതെ സുരക്ഷിതമായ ആഭ്യന്തര വ്യോമയാന വ്യവസായം കെട്ടിപ്പടുക്കാൻ അവസരം നൽകുന്നു.